ഇന്നിതേ ചെറിയ ചിക്കിളി ഇടുന്നൊരു പരിപാടി ചെയ്താലോ നമുക്ക്? 4-5 മാസത്തെ പേപ്പർ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ദേ ഇന്ന് നമ്മളെല്ലാം കൂടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുക. സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ മാത്രം ഇവിടെ കൊണ്ട് കൊടുക്കാറ്. അതുവഴി നമുക്ക് മാക്സിമം ഒരു 170 റുപ്പീസ് വരെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ പഴയ ബുക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നത്. അതൊക്കെ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചത്. മാത്രമല്ല എൻ്റെ റൂമിൽ തട്ടയിലാണെങ്കിൽ കുറേ പഴയ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പേപ്പറൊക്കെ നമ്മൾ ഇതേപോലെ കുറച്ച് കുറച്ചാക്കി വെച്ചിട്ടാട്ടോ കെട്ടി വെക്കുന്നത്. കാരണം ഒരുമിച്ച് കെട്ടാൻ നോക്കിയാൽ എന്തായാലും ഇരിക്കില്ല, അത് അഴിഞ്ഞു പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് കുറച്ചാക്കിയിട്ടാട്ടോ കെട്ടി വെക്കുന്നത്. പേപ്പർ വിറ്റിൻ്റെ പൈസ കൊണ്ട് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒന്നെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കും, അതല്ലെങ്കിൽ വല്ല സിനിമക്ക് പോകുക, അതല്ലെങ്കിൽ വല്ല പൈസ സേവ് ചെയ്ത് വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം തൂക്കിപ്പെറുക്കി നമ്മൾ സ്ക്രാപ്പ് ചെയ്യണ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കൈ രണ്ടും ഫ്രീ ആയിരുന്നില്ല. കാരണം അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് വിൽക്കാനായിട്ട്. ഈ കട വരുന്നത് നമ്മുടെ എരൂര് കപ്പട്ടിക്കാവ് അമ്പലം കഴിഞ്ഞിട്ടാണ്. അമ്പലത്തിൽ നിന്ന് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ ഈ കട വരുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വിറ്റ് നമുക്ക് 310 രൂപ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ബുക്സ് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പതിവ് തെറ്റിയിട്ടില്ല. നമ്മളിത് ആദ്യം ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് സിനിമക്ക് പോകണം, ഫുഡ് വാങ്ങിക്കണമെന്ന്. പിന്നെ നമ്മളിത് ഫുഡ് തന്നെ മതി എന്ന് വിചാരിച്ച് നമ്മളിത് രാത്രി ആയപ്പോൾ ചെമ്പരത്തി പോയിട്ട് 4 ഫ്രൈഡ് റൈസ് അങ്ങ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ശരി, നമുക്കിനി പിന്നെ കാണാവേ.